ഹൈ ഓൾ വെൽക്കം ബാക്ക്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കോണമി ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, CBSE പലതവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. മാത്രമല്ല നമ്മുടെ ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മെയിൻ തീംസ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷനുമായിട്ട് ഡയറക്റ്റ് കണക്ഷനും വരുന്ന ഒരു ടോപ്പിക് കൂടിയാണത്. സോ ടോപ്പിക് ഈസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് എനേബിൾഡ് ഗ്ലോബലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷനെ എനേബിൾ ചെയ്ത, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത ചില ഫാക്ടേഴ്സ്. ഇത് നമുക്കൊരു 3 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അതുപോലെ 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പലർക്കുള്ള ഡൗട്ടായിരിക്കും ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എത്ര പേജ് എഴുതുന്നുള്ളത്. അതിനെപ്പറ്റിയൊരു വീഡിയോ ഉടനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇതിൽ ഫസ്റ്റ് ഫാക്ടർ വിച്ച് എനേബിൾ ഗ്ലോബലൈസേഷൻ ആണ് ടെക്നോളജി. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പോയിന്റ് കൂടിയാണ്. കാരണം നമുക്കറിയാം ഈ ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതേ ടെക്നോളജിയാണ് എവിടെയും വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിനെക്കുറിച്ചുള്ള ചില എക്സ്പ്ലനേഷൻ. റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ഹാസ് ബീൻ വൺ മേജർ ഫാക്ടർ ദാറ്റ് ഹാസ് സ്റ്റിമുലേറ്റഡ് ദ ഗ്ലോബലൈസേഷൻ പ്രോസസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെക്നോളജിയാണ് ഈ ഗ്ലോബലൈസേഷൻ ഒന്നുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്ത്, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് ടെക്നോളജിയാണ്. ദിസ് ഹാസ് മെയ്ഡ് പോസിബിൾ മച്ച് ഫാസ്റ്റർ ഡെലിവറി ഓഫ് ഗുഡ്സ് അക്രോസ് ലോങ് ഡിസ്റ്റൻസസ് അറ്റ് ലോവർ കോസ്റ്റ്. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എസ്പെഷ്യലി ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. നമുക്ക് ഒരു രാജ്യത്തുനിന്നുള്ള ഗുഡ്സ് മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അവിടുത്തെ ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണല്ലോ ഗ്ലോബലൈസേഷൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഒരു വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് പറയുന്നത് അതാണ്, ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ടും പ്രോസസ്സാണ്. സോ ഈ ടെക്നോളജി വന്നത് കാരണം ഈ ഗുഡ്സിൻ്റെ ഡെലിവറി ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. എക്രോസ് ലോങ് ഡിസ്റ്റൻസ്, അതായത് കൺട്രീസ് തമ്മിലുള്ള ഈ ട്രേഡ് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഫാസ്റ്റ് ആയെന്ന് മാത്രമല്ല അറ്റ് ലോവർ കോസ്റ്റ്. ടെക്നോളജി വന്നത് മൂലം നമുക്കത് ഒന്നുകൂടെ ലോവർ കോസ്റ്റിൽ കൂടെ പോസിബിൾ ആണ്. അതാണ് ടെക്നോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനി ലാസ്റ്റ് വൺ അബൌട്ട് ടെക്നോളജി, ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നമ്മൾ ഷോർട്ടായിട്ട് ICT എന്ന് പറയാറുണ്ട്. ഹൗ മെയ്ഡ് ഇൻഫർമേഷൻ ഇൻസ്റ്റൻ്റ്ലി ആക്സസിബിൾ. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഏതൊരു ഇൻഫർമേഷനെ കുറിച്ച് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അങ്ങനെയാണല്ലോ. നിങ്ങൾ പലരും ചിലപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം CBSE ഗ്രേറ്റ് ആൻഡ് സോഷ്യൽ സയൻസ് വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ അവിടെ കിട്ടി. അപ്പോൾ അതുപോലെ ICTയുടെ മറ്റൊരു ഗുണമാണ് പറയുന്നത്, അതും ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു വിവരവും, നമുക്ക് ലോകത്തിൽ എവിടെ നിന്നുള്ള വിവരം നമുക്ക് ചില മൗസ് ക്ലിക്കുകൾ മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ടെക്നോളജിയെ കുറിച്ച് പറയാനുള്ള അടുത്തൊരു ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇത്രയാണ് ടെക്നോളജിയെ കുറിച്ച് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ടോപ്പിക് ഇതായിരുന്നു, ഫാക്ടേഴ്സ് ദാറ്റ് എനേബിൾ ഗ്ലോബലൈസേഷൻ. അതിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ടെക്നോളജി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സ് ആണ്. ട്രേഡ് ബാരിയേഴ്സ് നമുക്ക് ആ പേര് തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 2 കാര്യം കൊടുത്തിട്ടുണ്ട്. ട്രേഡ് ബാരിയർ, അതായത് നമ്മൾ ട്രേഡിന് നേരത്തെ പറഞ്ഞു, ഗ്ലോബലൈസേഷന് ഒരു മെയിൻ സംഭവമായിരുന്നു ട്രേഡ് എന്നുള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള, കൺട്രീസ് തമ്മിലുള്ള ട്രേഡാണ് ഗ്ലോബലൈസേഷനെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഈ ട്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ ആവാം. അത്തരം റെസ്ട്രിക്ഷൻ അറിയപ്പെടുന്ന പേരാണ് ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ളത്. അതായത് ട്രേഡ് ബാരിയേഴ്സ് ആർ സം റെസ്ട്രിക്ഷൻ ദാറ്റ് ഹാവ് ബീൻ സെറ്റ് അപ്പ് ബൈ ദ ഗവൺമെൻറ്റ്സ്. അതായത് നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് ഒരു പ്രത്യേക കൺട്രിയിൽ നിന്ന് ആരും ഇമ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളത് നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു റെസ്ട്രിക്ഷൻ ആണല്ലോ, ഒരു റെഗുലേഷൻ, അല്ലെങ്കിൽ ചില കൺട്രോളാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ പൊതുവെ പറയുന്ന ഈ പേരാണ് ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ളത്. സോ ദ ഗവൺമെൻറ് ക്യാൻ യൂസ് ട്രേഡ് ബാരിയേഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഫോറിൻ ട്രേഡ് ആൻഡ് ടു ഡിസൈഡ് വാട്ട് കൈൻഡ്സ് ഓഫ് ഗുഡ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഈച്ച് ഷുഡ് കം ഇൻ ടു ദ കൺട്രി. അത് ഈ ട്രേഡ് ബാരിയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഗുഡ്സിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇൻക്രീസും ഡിക്രീസും ചെയ്യുക? അവിടെ ഗവൺമെൻറ് സാധാരണ ചെയ്യാറുള്ളത്, നമുക്ക് കേട്ടിട്ടുണ്ടായി ചിലപ്പോൾ, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് മറ്റ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഈ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പേ ചെയ്യേണ്ട ഒരു ടാക്സ് ആണ് ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്വൈറ്റ് നാച്ചുറലി നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ, അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒരു ഇമ്പോർട്ട് പൊതുവെ കുറയും. ഓക്കെ, നമ്മൾ അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് ബാരിയേഴ്സ് ഉപയോഗിച്ചിട്ട് മറ്റ് കൺട്രീസിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. മാത്രമല്ല നമുക്കൊരു കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റും, വാട്ട് കൈൻഡ് ഓഫ് ഗുഡ്, നമുക്ക് ഏത് തരത്തിലുള്ള ഗുഡ്സാണ് നമ്മുടെ കൺട്രിയിലേക്ക് വരേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. മാത്രമല്ല ഹൗ മച്ച് ഓഫ് ഈച്ച്, ഏത് ഗുഡ്സ് ആണെങ്കിലും
അതിൻ്റെ എത്ര ക്വാണ്ടിറ്റിയും തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ട്രേഡ് ബാരിയേഴ്സ് ഉപയോഗിച്ച് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രേഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ മറ്റ് രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി കൊടുക്കേണ്ട ഒരു ടാക്സ് ആണ് ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് ഓൺ ഇമ്പോർട്ട്. അപ്പോൾ അതും ഈ ട്രേഡ് ബാരിയറിൻ്റെ ഒരു മെയിൻ കോമ്പണൻ്റ് ആണ്. കാരണം അത് വെച്ചിട്ടാണ് പല ഗവൺമെൻറ്റ്സുകളും ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഗുഡ്സിൻ്റെ വരവ് ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ഒക്കെ ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട് ഇത്രയാണ് ട്രേഡ് ബാരിയേഴ്സിനെ കുറിച്ച് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഓർത്തിരിക്കുക, ഫസ്റ്റ് വൺ ടെക്നോളജി, സെക്കൻഡ് വൺ ട്രേഡ് ബാരിയേഴ്സ്. ഇനി മൂന്നാമത്തെ അവസാനത്തമായിട്ടൊരു ടോപ്പിക്കാണ് ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ട്രേഡ് ബാരിയേഴ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് നിങ്ങൾ പല ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ടായിരിക്കാൻ തോന്നുന്നു. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് റിമൂവിങ് ബാരിയേഴ്സ്. നമ്മളിവിടെ ട്രേഡ് ബാരിയേഴ്സ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളിവിടെ ബാരിയേഴ്സ് വി ആർ പുട്ടിങ് ബാരിയേഴ്സ് ചെയ്യുക. അതിന് പകരം ഇവിടെ നമ്മൾ ആ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ കൺട്രിയിലെ വി ആർ ഓപ്പണിങ് അവർ ഡോസ് ടു ഓൾ അതർ കൺട്രീസ്. ഡോസ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ എക്കോണമി ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഒന്നുകൂടെ മറ്റ് കൺട്രീസും തുറന്നു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. സോ റിമൂവിങ് ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻ സെറ്റ് ബൈ ദ ഗവൺമെൻറ് ഓൺ ട്രേഡ് ഈസ് നോൺ ആസ് ലിബറലൈസേഷൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. So when the government imposes less restriction than before, it is said to be more liberal. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ കൺട്രീസും ചെയ്യേണ്ട കാര്യം എന്താണ്, അവരുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പരമാവധി ഓപ്പർച്യൂണിറ്റി മറ്റ് കൺട്രീസിന് ഒരുക്കി കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ആ കൺട്രി ഒരു ലിബറൽ കൺട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്, when the government impose less restriction than before, നമ്മൾ മുമ്പത്തേക്കാൾ കുറഞ്ഞ റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, സോ ഇറ്റ് ഈസ് സെഡ് ടു ബി മോർ ലിബറൽ. സോ ഇൻ ഷോർട്ട് ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് എഴുതേണ്ടത്, ഫാക്ടേഴ്സ് ദാറ്റ് എനേബിൾ ഗ്ലോബലൈസേഷൻ. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.